ഹലോ ഹായ്. സർവം മായ. അഖിൽ സത്യൻ കഥയെഴുതി സംവിധാനം ചെയ്ത് നിവിൻ പോളി നായകനായ സിനിമയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരുപാട് കാസ്റ്റുണ്ട്. അജു വർഗീസ്, അതുപോലെ തന്നെ ജനാർദ്ദനൻ, പിന്നെ റിയ ഷിബു എന്ന് പറയുന്ന പുതിയൊരു കുട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. പിന്നെ പ്രീതി മുകുന്ദൻ, പിന്നെ നമ്മുടെ വിനീത്, ആക്ടർ വിനീത് ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. മേതിൽ ദേവിക ഒരു ക്യാരക്ടർ ചെയ്യുന്നു. അങ്ങനെ വന്ന സിനിമ. ശരൺ വേലായുധനാണ് ക്യാമറ ചെയ്തിരിക്കുന്നത്. എഡിറ്റ് ചെയ്തിരിക്കുന്നത് റിതിൻ രാധാകൃഷ്ണൻ. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജസ്റ്റിൻ പ്രഭാകർ. സിനിമ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, നമ്മളൊരു അഖിൽ സത്യൻ സിനിമ കാണാൻ പോകുമ്പോൾ ഉള്ള നമ്മുടെ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവുമല്ലോ. ഒരു ഫീൽ ഗുഡ് ഡ്രാമ പരിപാടി കാണാൻ പോകുമ്പോൾ നമുക്ക് എന്താണോ ആ സിനിമയെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അത്തരത്തിലുള്ളൊരു സിനിമ തന്നെയാണ്. എന്താ പറയുക, ഒരു പാച്ചും അത്ഭുതവിളക്കും കണ്ടിഷ്ടപ്പെട്ട, അല്ലെങ്കിൽ ഹൃദയപൂർവ്വം കണ്ടിഷ്ടപ്പെട്ട, അങ്ങനെയൊക്കെയുള്ള ഹൃദയപൂർവ്വം സത്യനന്ദിക്കാരൻ്റെ സിനിമയാണെങ്കിൽ പോലും അത്തരത്തിലുള്ള ഒരു ജോണർ, എന്താ പറയുക, ഒരു ഫീൽ ഗുഡ് ഫാമിലി കോമഡി ഡ്രാമ, ആ ഒരു ജോണറിനോട് കൃത്യമായി എന്താ പറയുക നീതി പുലർത്തിയ ഒരു സിനിമയായിട്ടാണ് എനിക്ക് സർവമായ തോന്നിയിട്ടുള്ളത്. സർവമായ എന്ന് പറയുന്ന പേര് അവരിടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ക്ലൈമാക്സിലൊക്കെ വരുന്നുണ്ട്. അത് സ്പോയിലർ ആവുമെന്നുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. എന്താ പറയുക, കുറേ നുറുങ്ങ് തമാശകൾ, കുറേ അവിടെ ഇവിടെയൊക്കെയുള്ള നമ്മളെ കുറച്ചൊന്ന് ചിന്തിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന, എന്നാൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് പതിയൊന്ന് ടച്ച് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് കണ്ണ് നനയിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു 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 മനോഹരമായ സിനിമ. പക്ഷേ ഇത് കഥ ഭയങ്കര ഒരു വെറൈറ്റി കഥ, അല്ലെങ്കിൽ ഇതുവരെ ആരും പറയാത്ത ടൈപ്പ് കഥയൊന്നുമല്ല. ഒരുപാട് നമ്മൾ കണ്ട സ്ഥിരം ടെംപ്ലേറ്റ്, ഒരു നമ്മൾ ഫീൽ ഗുഡ് ഡ്രാമ പരിപാടികൾ ഉള്ള സിനിമകളുടെ ഒരു സ്ഥിരം ടെംപ്ലേറ്റുകൾ ഉണ്ടാവും. അത്തരം സ്ഥിരം ടെംപ്ലേറ്റുകൾ തന്നെയാണ് ഈ സിനിമയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മളെ കാണുന്ന പ്രേക്ഷകനെ ബോറടിപ്പിക്കാതെ, ലാഗില്ലാതെ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ടെങ്കിൽ അതാണ് സിനിമയുടെ പോസിറ്റീവ് എന്ന് പറയേണ്ടി വരും. പെർഫോമൻസ് എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. എക്സ്പെഷ്യലി നിവിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് അദ്ദേഹം ഒരു കംബാക്ക് വരണം എന്നുള്ളത്. എന്താ പറയുക, ബോക്സ് ഓഫീസിൽ ഒരുപാട് ഇടിമുഴക്കമൊന്നും സംഭവിക്കില്ലായിരിക്കാം, പക്ഷേ നിവിൻ പോളിയുടെ ഒരു കംബാക്കായിട്ട് തന്നെ കൂട്ടേണ്ടി വരും സർവമായ. അജു വർഗീസ് അവർ തമ്മിലുള്ള കോംബോ അറിയാമല്ലോ. അവർ വന്നിട്ടുള്ള കോംബോയിലെല്ലാം അവർ നമ്മളെ പ്രേക്ഷകനെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഈ സിനിമയിലും അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. പ്ലസ് ജനാർദ്ദൻ്റെ ഒരു ഒരു കെമിസ്ട്രിയും കൂടി നിവിൻ പോളി അടിപൊളിയായിട്ട് പിടിച്ചിട്ടുണ്ട്. അതാ ഒരു രസം, നമുക്കൊരു പോസിറ്റീവ് വൈബ് അതിനകത്ത് കിട്ടും. അതുപോലെ തന്നെ ക്യാമറ ശരൺ വേലായുധൻ ഗംഭീര ഫ്രെയിമുകൾ കേട്ടോ. അതിലൊരു പാട്ട് തുടക്കത്തിലുള്ള, എന്താ പറയുക, അജു വർഗീസും നിവിൻ പോളിയൊക്കെ ഒരു പാടത്ത് കൂടെ നടന്നു വരുമ്പോഴുള്ള ഒരു പാട്ടും ഒക്കെ ഭയങ്കര പോസിറ്റീവായിട്ടാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന എന്താ പറയുക, ട്രെയിലറും പോസ്റ്ററുകളൊക്കെ നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടിയിരുന്നല്ലോ. അത്തരം പോസിറ്റീവ് വൈബ് തന്നെ നമുക്ക് സിനിമ കാണുമ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ ഒരു എന്താ പറയുക, റിയ ഷിബു എന്നൊരു ക്യാരക്ടർ, അത് നിങ്ങൾ സിനിമ കണ്ട് തന്നെ മനസ്സിലാക്കാം. അവർ തുടക്കത്തിൽ ഒരു ഒരു ഇത്തിരി ക്രഞ്ച് പരിപാടിയായിട്ടൊക്കെ എനിക്ക് തോന്നി. ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറാണ് കേട്ടോ കുട്ടി ചെയ്യുന്നത്. ഒരു ക്രഞ്ച് പരിപാടിയായിട്ടൊക്കെ തോന്നി. പക്ഷേ കുറച്ചങ്ങ് ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ എന്താ പറയുക, ഒരു ഇമോഷൻ പരിപാടിയൊക്കെ നമുക്ക് നന്നായിട്ട് വർക്കാവുന്നുണ്ട്. ക്ലൈമാക്സ് പ്രത്യേകിച്ച് ക്ലൈമാക്സ് ഒക്കെ നന്നായിട്ട് എനിക്ക് വർക്കായ ഒരു ഒരു പരിപാടിയായിട്ടാണ് എനിക്ക്. നല്ല സ്ക്രിപ്റ്റാണ് കേട്ടോ, നല്ല രസമായിട്ട് തന്നെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊരു ഫ്ലാഷ് ബാക്ക് പോകുന്ന സമയവും അതിന് തൊട്ട് മുമ്പത്തെയും ഫ്ലാഷ് ബാക്ക് തീരുന്ന സമയത്ത് ആ ഒരു 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 പരിപാടി അത് നല്ല രസമായിട്ട് തന്നെ എനിക്ക് വർക്കായി. പിന്നെ എന്താ പറയുക, ജസ്റ്റിൻ പ്രഭാകറിൻ്റെ മ്യൂസിക് തുടക്കത്തിൽ എനിക്ക് എന്തോ ഒരു കല്ലുകടി എനിക്ക് ചെറുതായിട്ടൊന്ന് തോന്നി. പക്ഷേ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഒരു എന്താ പറയുക, ഒരു ഒരു പ്രത്യേക ഒരു സാധനം എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ എന്താ പറയുക, സിനിമ എൻഡ് ചെയ്തിട്ട് ക്രെഡിറ്റ്സ് പോകുന്ന സമയത്തും അത് രസമായിട്ട് വന്നിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്താ പറയുക, ഇതൊരു ഒരു ഫീൽ ഗുഡ് പരിപാടി എന്നതിനപ്പുറത്തേക്ക് കുറേ ചിന്തിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ. ഇപ്പോൾ ഉദാഹരണത്തിന് പാച്ചുവും അത്ഭുതവിളക്കും എന്ന് പറയുന്ന സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ OTT വന്നതിന് ശേഷം ഒരുപാട് റീലുകൾ നമുക്ക് മുമ്പിലേക്ക് വന്നു. എന്താ പറയുക, കുറേ ഇമോഷണൽ ആയിട്ടുള്ള, കുറേ ചിന്തിക്കാൻ, മനുഷ്യൻ്റെ സ്നേഹവുമായി ബന്ധപ്പെട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള കുറേ റീലുകൾ ഇറങ്ങിയിരുന്നു. ഇത് എനിക്ക് തോന്നുന്നു അത്തരത്തിൽ ആഘോഷിക്കപ്പെടാൻ സാധ്യതയുള്ള റീലുകളിലൂടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന കുറേ സാധനങ്ങൾ ഉള്ള ഒരു സിനിമയാണ്. OTT വന്നിറങ്ങിക്കഴിയുമ്പോൾ അത് എന്തായാലും അത്തരം കുറേ സീനുകളൊക്കെ വൈറലാകും. അതിലെനിക്ക് പ്രധാനപ്പെട്ട എനിക്ക് തോന്നിയ, സ്പോയിലർ ഇല്ലാതെ തന്നെ പറയാം, എന്താ പറയുക, നമ്മൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക, മനസ്സമാധാനവും സന്തോഷവും ആഗ്രഹിക്കുന്നത് നമ്മളെ ആരെങ്കിലും കെയർ ചെയ്യുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുമ്പോഴാണല്ലോ. അപ്പോൾ ഞാൻ എന്നെ തന്നെയാണ് അങ്ങനെ സ്നേഹിക്കുന്നതെന്ന് പറയുന്ന ഒരു ഡയലോഗ് ജനാർദ്ദനം പറയുന്നുണ്ട്. കാരണം ഞാൻ എന്നെ അത്രയും നന്നായിട്ട് കെയർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറയുന്നുണ്ട്. അത് ഗംഭീരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റായിട്ട് എനിക്ക് അങ്ങനെ കുറേ നുറുങ്ങ് കുറേ സാധനങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്.
പിന്നെ നിവിൻ പോളിയുടെ അച്ഛൻ മകൻ കോംബോ ഒക്കെ എനിക്കൊരു സ്ഥിരം ക്ലീശ സാധനമായിട്ടൊക്കെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമുക്ക് തുടക്കത്തിൽ എന്താണോ അവരുടെ ഒരു സാധനം അവരുടെ ക്യാരക്ടർ റിവീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. അവസാനം ക്ലൈമാക്സിലോട്ട് എന്താണ് എത്താ അങ്ങനത്തെ സ്ഥിരം ടെംപ്ലേറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അത് ഒരു ഭയങ്കരമായ ഒരു നെഗറ്റീവ് അല്ല. സ്ഥിരം ടെംപ്ലേറ്റ് ഉപയോഗിച്ചു എന്ന് മാത്രം. പക്ഷെ നമുക്ക് കുറച്ചും കൂടി സിനിമ ഓൾ പരിപാടി നോക്കുമ്പോൾ ഒരു എന്റർടൈനിങ് പരിപാടിയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ ഒരു സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു നോർമൽ ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു കഥ അങ്ങനെ ആയി പോകാതിരിക്കാൻ വേണ്ടി അവർ കുറച്ചുകൂടി ശ്രദ്ധിച്ചിട്ടുള്ളത് നിവിൻ പോളിയുടെ ഒരു പ്രൊഫഷനുമായി ബന്ധപ്പെട്ട്. നിവിൻ പോളി ഒരു ഗിറ്റാറിസ്റ്റാണ്, ഒരു ലീഡ് ഗിറ്റാറിസ്റ്റാണ്. അപ്പോൾ നിവിൻ പോളി പറയുന്ന മുംബൈയിലെ ഒരു മ്യൂസിക് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് അവിടെ കൈകോർക്കുന്നതും ക്ലൈമാക്സ് ഒക്കെ അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഒരു സാധാരണ ഒരു നാടൻ സിനിമയിൽ നിന്ന് കുറച്ചുകൂടി മാറി സഞ്ചരിക്കാനായിട്ട് അവർ അങ്ങനത്തെ ഒരു പരിപാടി ബുദ്ധിപൂർവ്വമൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. അതൊക്കെ രസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പ്രീതി മുകുന്ദൻ വളരെ കുറച്ചേ ഉള്ളൂ, പക്ഷേ രസമുള്ള ഒരു പരിപാടിയായിട്ടൊക്കെ തോന്നി. പിന്നെ അവിടെ എന്താണ് സംഭവിക്കാൻ സാധ്യതയുള്ളതെന്നൊക്കെ നമുക്ക് സിനിമ മൊത്തം പ്രഡിക്റ്റബിൾ ആണ് കേട്ടോ. നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ ഇങ്ങനെ പ്രഡിക്റ്റബിൾ ആണ്. അത് ഈ ഫീൽ ഗുഡ് പരിപാടികളൊക്കെ നമുക്ക് സ്ഥിരം അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് ആയതുകൊണ്ട് നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. പക്ഷേ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ എൻ്റർടൈനർ ആയതുകൊണ്ട് നമുക്ക് രസമായിട്ട് അങ്ങനെ ഇരുന്ന് കണ്ട് ഇരിക്കാം. പിന്നെ നേരിട്ടും അല്ലാതെയും പല ആൾക്കാർക്കും നല്ല കൊട്ടു കൊടുക്കുന്ന ഒരു സിനിമ കൂടിയാണ്. പ്രത്യേകിച്ച് നിവിൻ പോളി ഒരു വ്യത്യസ്തമാണ്, ഒരു നിരീശ്വരവാദിയാണ് ബേസിക്കലി. അപ്പോൾ നിരീശ്വരവാദിയായിട്ടുള്ള ഒരാൾക്ക് ആ നടന് ആ സിനിമയിൽ എന്തൊക്കെ പറയാനുണ്ടാകും എന്നുള്ളത് കൃത്യമായിട്ട് സാധനം കൊടുത്തിട്ടുണ്ട്. പല ആൾക്കാർക്ക് വിട്ട് ചില മതവും ജാതിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ നല്ല കൊട്ടു കൊടുത്തിട്ട് തന്നെയാണ് സിനിമ കടന്നു പോകുന്നത്. അപ്പോൾ അതൊക്കെ എന്നെ പേഴ്സണലി എനിക്ക് ഒരു ഹാപ്പി തന്ന ഒരു സ്ക്രിപ്റ്റായിട്ട് കൂടിയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ നിവിൻ പോളിയുടെ ഒരു കംബാക്ക് തന്നെയാണ് സിനിമ എന്നെനിക്ക് പേഴ്സണലി തോന്നുന്നു. പിന്നെ നിവിൻ പോളിയുടെ എന്താ പറയുക പെർഫോമൻസിൽ കണ്ട ഒരു പരിപാടി, നമ്മളിങ്ങനെ നിവിൻ പോളിയുടെ കുറേ നാളുകളായിട്ട് മിസ് ചെയ്ത കുറേ സാധനങ്ങളുണ്ടല്ലോ. എന്താ പറയുക, ഒരു ഫണ്ണി എലമെൻറ്റ്സ് ഒക്കെ കുറേ കൊടുത്തിട്ടുള്ള ആ ഒരു ടൈപ്പ് ഒരു കള്ളത്തരം കാണിക്കുന്ന ഒരു നിവിനെ നമ്മൾ എപ്പോഴും മിസ് ചെയ്തിട്ടുണ്ട് കുറേ നാളുകളായിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ എന്താ പറയുക നുറുങ്ങ് തമാശകളും എന്താ പറയുക കള്ളത്തരങ്ങളൊക്കെ ഉള്ള ഒരു ക്യാരക്ടർ കൂടിയാണ്. പിന്നെ ഈ പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു കോംബോ നമ്മുടെ അജു വർഗീസും നിവിൻ പോളിയും. പിന്നെ ജനാർദ്ദനും കുറച്ചുകൂടി യങ്ങായിട്ട് കാണപ്പെട്ടു. കുറച്ച് നാളായിട്ട് അദ്ദേഹം സുഖമില്ലായിരുന്നു. പക്ഷേ ഈ സിനിമയിൽ നല്ല ഗ്രേസായിട്ട് നല്ല രസമായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ വിനീത് വളരെ ചുരുക്കമുള്ളെങ്കിൽ പോലും വിനീത് ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. വിനീതിനെ എനിക്ക് തോന്നുന്നു മലയാള സിനിമ കുറേ കാലഘട്ടത്തിന് ശേഷം ഇപ്പോൾ പതിയെ നല്ല ക്യാരക്ടേഴ്സൊക്കെ വന്നു തുടങ്ങുന്നു. കുറേ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അദ്ദേഹം. വീണ്ടും നല്ല ക്യാരക്ടറൊക്കെ ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളൊരു ആൾ കൂടിയാണ് വിനീത്. അപ്പോൾ അങ്ങനെ ടോട്ടലി എന്നെ കുറേ ടെംപ്ലേറ്റ്, ഞാൻ വീണ്ടും പറയുന്നു, കുറേ ടെംപ്ലേറ്റുകളൊക്കെ സ്ഥിരമായിട്ട് കണ്ടുവരുന്നൊരു കഥയും പരിപാടികൾ തന്നെയാണെങ്കിൽ പോലും എൻ്റർടൈൻ ചെയ്യുന്ന, അത്യാവശ്യം ബോറടിക്കാതെ ലാഗില്ലാതെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കൊച്ചു സിനിമ, ഫാമിലിക്ക് ഇഷ്ടപ്പെടാവുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി സർവ്വമായ തോന്നിയിട്ടുള്ളത്.